പശു ഞങ്ങൾ മറ്റേ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ നേരം വ്ളോഗ് എടുക്കണമെന്ന് എടുത്തിട്ട് ഞങ്ങളിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ വീടെത്തി. ഇത് ഏകദേശം ആ കാടിൻ്റെ അവസാന ഭാഗമാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു പശുവിനെ കെട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. ഞെട്ടി പോവാണേ, നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല, പറയാൻ പറ്റില്ല. ഇതിൻ്റെ തൊട്ട് കുറച്ച് താഴ്ന്നാണ് ഒരു ആന പറഞ്ഞേ, ആന വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെയൊക്കെ ഷോക്കിൻ്റെ കമ്പിയില്ലേ ഷോക്ക് ഉണ്ടാവില്ല, അവിടെ കമ്പിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല. നേട്ടം പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. ഏട്ടാ അവിടെ വണ്ടി തിരിയുണ്ട്, അവർക്ക് പോയിക്കൊള്ളേ. ഇതൊക്കെ ജനവാസ മേഖലയാണ്. അത് പേടിയാവില്ലേ? താമസിക്കുന്നവർ കുഴപ്പമില്ല, അല്ലാണ്ട് നമുക്ക് പേടിയാവില്ലേ? എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഏട്ടൻ പിന്നെ നേരത്തെ ഞെട്ടിയത് ഇത് ഞാൻ കമ്പി കഴിഞ്ഞ് ഷോക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. ഷോക്ക് ഉണ്ടാവും അറിയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കട്ടെ കേട്ടോ. പറ്റുന്നറിയില്ല, വെയിലൊക്കെ ഉണ്ട്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ ഈ ഒരു ചാനൽ ഇങ്ങനത്തെ വീഡിയോസ് വന്നിട്ട് കുറേ ആയല്ലോ എന്ന്. എന്താണെന്ന് വെച്ചാൽ ഇത് വ്ളോഗ് എന്നൊന്നും പറയാനല്ല, കുറച്ച് സാധനങ്ങൾ കാണിക്കാനുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കാട് കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. കാരണം ഞങ്ങൾ എന്താ പറയുക വീഡിയോ എടുക്കാൻ നല്ല സ്ഥലം നോക്കി വരുന്നു. നോക്കി വന്നപ്പോൾ അതൊക്കെ കാടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇരുളും ടൗണുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ആന വരാണ്ടിരിക്കാനുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വണ്ടികളൊക്കെ അപ്പുറത്തുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ പേടിയാണ് കേട്ടോ. ഇപ്പം നല്ല വേനലായതുകൊണ്ട് കരിയിലിങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കണമുണ്ട്. എൻ്റെ ഇടയ്ക്ക് അല്ല കടുവയെ വന്നെന്നെ തൂക്കിക്കൊണ്ടുപോകുന്ന എനിക്ക് പേടി. എനിക്ക് ഭയങ്കര പേടിയായിട്ടാണ് കേട്ടോ. പക്ഷെ ഇവിടെ തൊട്ടപ്പുറത്തെ ടൗണാണ്. എന്നാലും ഒരു ഉൾഭയം. ഞാനിങ്ങനെ ചുറ്റും നോക്കുകയാണ് എന്തെങ്കിലും വരുമോയെന്ന്. അങ്ങനെ വരുമൊന്നുമില്ല, ഒക്കെ പോണ വഴി തന്നെയാണ് സംഭവം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തേൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പം February 14 വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പം ഏട്ടന് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഏട്ടൻ ഓൾറെഡി കണ്ടിട്ടു. ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഏട്ടന് സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന്. നോക്കുമ്പോൾ ഏട്ടന് വന്ന ടീഷർട്ടൊക്കെ ഓപ്പൺ ആയിട്ടില്ലേ കവറിൽ വന്നിരിക്കുക. അപ്പോഴേക്കും ആ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു. ഏട്ടൻ കണ്ടു കേട്ടോ. ഞാൻ ഏട്ടന് ഫസ്റ്റ് കൊടുത്ത ഗിഫ്റ്റ് എന്താ ഓർമ്മയുണ്ടോ? ഏട്ടന് ഞാൻ ഗിഫ്റ്റ് തന്ന് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഞങ്ങൾ ഒരു 6-7 വർഷം പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ഇപ്പോൾ ഏകദേശം 9 വർഷം കേട്ടോ. 10 വർഷം ആവാനായിട്ടുണ്ട് ഞങ്ങൾ രണ്ടും കണ്ടുമുട്ടിയിട്ട്. ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ വെളിച്ചം മോത്തേക്ക് പോയി. ഈശ്വര ഒന്നും വരില്ല. അതായത് ഞങ്ങൾ എന്താ പറയാൻ വന്നേ, ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ വന്നു. ആ സമയത്ത് ഏട്ടൻ 3rd ഇയർ അല്ലേ, ഏട്ടൻ 3rd ഇയർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 വർഷം ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യണോ? ഇപ്പോൾ എനിക്ക് 26 വയസ്സ്, ഏട്ടന് 29 വയസ്സാണ് കേട്ടോ. ഞാൻ കുറേ കത്തിരിക്കുന്നില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏട്ടന് ഇട്ടിട്ടുണ്ട്, ഒരു സാധനം ഏട്ടൻ അവിടെ മറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനമാണ് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് നമുക്കിത് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ്. ഫസ്റ്റത്തെ ഒരു പെർഫ്യൂമാണ്. വില്ലൻ എന്ന് തോന്നുന്നില്ല കേട്ടോ, വയ്ക്കുക VILLAIN അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ. ഹൈഡ്ര ഡ്യൂ പെർഫ്യൂമോ എന്താ വയ്ക്കുക അങ്ങനെ സംഭവമാണ്. 100 ml ആണ് വരുന്നത്. ഒരു 600 റേഞ്ചിലാണ് തോന്നുന്നുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. അതായത് ഇതുപോലത്തെ ഒരു പാക്കിലാണ്. 750 രൂപയാണ് വരുന്നത്. സംഭവം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാനിത് കുറച്ച് രാത്രി അടിച്ചിട്ട് രാവിലെ ആയപ്പോഴേക്കും ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. സ്മെല്ല് വരുമ്പോൾ ആനയോ കടുവയോ അറിയില്ല. ഏതായാലും നല്ല അടിപൊളി പെർഫ്യൂമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് എന്താ എപ്പോഴും ഒരു റൂം എന്നുള്ള വീഡിയോ അല്ലേ, അതുകൊണ്ട് കുറച്ചൊരു വെറൈറ്റി ആക്കാച്ചിട്ടാണ് ഇങ്ങനെ പുറത്ത് വന്നത് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ടീഷർട്ടാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരു ബ്ലൂ ആണ്. ഇതിന് റോട്ടിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട്. അവരൊക്കെ എന്നെ നോക്കുമ്പോൾ എനിക്ക് ചടപ്പാവുന്നുണ്ട്. ഇങ്ങനെ ഡ്രസ്സ് കാണിക്കുമ്പോഴേ ലാർജ് സൈസിൽ വരുന്ന ഒരു ടീഷർട്ടാണ് സംഭവം. ഇതുണ്ടോ, ഒരു ബ്ലൂ ആണ്. ഏട്ടൻ്റെ സൈസ് ഏട്ടൻ സ്മോൾ എടുക്കാറ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ലൂസ് ആയിക്കോട്ടെ, കംഫർട്ട് ആയിക്കോട്ടെ വെച്ചിട്ട് ലാർജ് എടുത്തതാണ്. ഇതുപോലെ കണ്ടോ ബ്ലൂ ലൈൻസ് വരുന്നുണ്ട്. ഇതിന് 300 സംതിങ്ങേ വരുന്നുള്ളൂ കേട്ടോ. 300 എത്രയാണ് ഒന്ന് ഏട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ അടുത്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയും കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ആയതുകൊണ്ടാണ് അധികം പൊക്കി കാണിക്കുന്നത്. ചെറിയ സാധനങ്ങൾ ആൾക്കാർ അധികം നോട്ട് ചെയ്യില്ല. ഇത് നമ്മൾ അടുത്തൊരു സംഭവം വന്നിട്ട് കുറച്ചെന്നെ ദൂരം നിർത്തി ചേട്ടൻ നിങ്ങൾ അടുത്തേക്ക് വന്നിട്ട്. അടുത്തത് ഒരു വാച്ചാണ്. ഇത് സൊനാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ വാച്ചാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ആണ്. ഏട്ടത് എന്ത് ടൈപ്പാണ്? മെറ്റൽ എന്താ പറയുക ആണോ? ആ ഒരു ടൈപ്പാണ് കേട്ടോ. മറ്റേ പ്ലാസ്റ്റിക്കോ പോട്ടെ അങ്ങനത്തെ അല്ല. ഇതുപോലത്തെ ഒരു വാച്ചാണ്. നല്ല കുരങ്ങന്മാരെ വന്ന് കിട്ടിക്കൊണ്ടുപോകുന്നത് പോയോ. ഇതുപോലത്തെ ഒരു ബ്ലാക്ക് വാച്ചാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഞാൻ പിന്നെ ഏട്ടൻ കിട്ടുമ്പോൾ ഞാൻ സൈഡിലെവിടെ കെട്ടി കഴിഞ്ഞു കേട്ടോ. ഇതുപോലത്തെ ഒരു വാച്ചാണ്. ഇതിന് 2000 സംതിങ് ആണ് എൻ്റെ ഓർമ്മ കേട്ടോ. 2000 ആണോ 3000 എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 2000-നും 3000-നും ഇടയ്ക്കേ തോന്നുന്നുണ്ട്. ഇതിൽ ഇല്ല, ഇപ്പം ഇതിൻ്റെ റേറ്റ് 2099 രൂപയാണ്. അപ്പോൾ നമുക്ക് ഓഫറിന് 1000 സംതിങ്ങിനൊക്കെ കിട്ടുമായിരിക്കും. ദൈവമേ എനിക്ക് പേടിയൊന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ കഴിഞ്ഞു. ഇങ്ങനെ ഏട്ടൻ ഇട്ടത് കാണിച്ചു തരാം കേട്ടോ. പേടിയോണു.
എന്തോ ഇതാണ് എൻ്റെ ഏട്ടൻ കേട്ടോ. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ വ്ളോഗ് വിത്ത് നമുക്കൊരു വ്ളോഗിങ് ചാനലുണ്ട് ശ്രീതു വ്ളോഗ്സ്. അതിലിങ്ങനെ ഏട്ടനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് എൻ്റെ കെട്ടിയോൻ. ഓക്കെ, അപ്പോൾ ഏട്ടൻ ഇപ്പിട്ടിരിക്കുന്ന ആ കുമ്പം നൽകിയ ഏട്ടൻ ഇപ്പിട്ടിരിക്കുന്ന ഈ ഒരു ടീഷർട്ടില്ലേ അത് മേടിച്ചതാണ്. നല്ലതല്ലേ ഏട്ടൻ? നീ വർത്താനം പറ, ഇഷ്ടപ്പെട്ടോ പറ ഗിഫ്റ്റുകളൊക്കെ? ആ ഒന്നും കൂടെ ചോദിക്കട്ടെ, എനിക്ക് എന്താ ഗിഫ്റ്റ് തന്നിട്ടുള്ളത്? ഒന്നും തന്നില്ല. February 14 ഇതൊക്കെ ഏട്ടൻ ഞാൻ വാലന്റൈൻസ് ഗിഫ്റ്റ് മേടിച്ചാ. ആ ഓക്കെ, ഏതൊക്കെയാലും അപ്പോൾ ഞാൻ നിങ്ങൾ എടുത്തിട്ട് വേഗം പോകാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തൊരു ടീഷർട്ട് എന്ന് പറയുന്നത്. ഞാൻ വാച്ച് കൊണ്ട് കാണിച്ചേട്ടാ. ഇത് നമ്മൾ കുറച്ച് മുൻപ് മേടിച്ചിട്ടുള്ളൊരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ്. ഇത് രസമല്ലേ? ഏട്ടൻ ഇങ്ങനത്തെ ടൈപ്പാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ആദ്യം കാണിച്ച ആ ഒരു മോഡലാണ് ഇഷ്ടം. അപ്പം ഇതാണ് നമ്മൾ അടുത്ത മേടിച്ച വാച്ച്. പിന്നെ ഒരു വാലറ്റും കൂടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ മേടിച്ചിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹോൾ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ബസ്സുകളൊക്കെ വരുന്നുണ്ട്. നമുക്കിനി പുതിയ വ്ളോഗ്സ്, പുതിയ ബ്യൂട്ടി ടിപ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ പറ. ബൈ.